സംസ്ഥാനത്തെ വിവിധ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ നാട്ടിക, ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. കോട്ടയം അതിരമ്പുഴ 3-ാം വാർഡും കൊല്ലം പടിഞ്ഞാറെ കല്ലട 8-ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ കണിച്ചാൽ മാടായി പഞ്ചായത്തുകൾ LDF നിലനിർത്തി. 17ഇടത്ത് UDFും 11ഇടത്ത് LDFും 3 വാർഡിൽ BJPയും വിജയിച്ചു. തൃശൂർ നാട്ടികയിൽ UDFന് അട്ടിമറി വിജയം നേടാനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 260 വോട്ടിന് LDF വിജയിച്ച വാർഡിലാണ് UDFന്റെ ഈ അട്ടിമറി വിജയം. ഇതോടെ LDFന് ഭരണം നഷ്ടമായിരിക്കുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് UDF നിലനിർത്തുകയുണ്ടായി. സെബി മണ്ടുമ്പാൽ 25 വോട്ടിന് വിജയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 41-ാം വാർഡിൽ NDA സീറ്റ് നിലനിർത്തി. NDA സ്ഥാനാർത്ഥിയായ ഗീതാറാണി വിജയിക്കുകയും ചെയ്തു. പാലക്കാട് ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ CPMൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് ഉൾപ്പെടെ UDFന് നേട്ടമായിരിക്കുകയാണ്. തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമാകും. 15-അംഗ ഭരണസമിതിയിൽ CPIയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ അലി തെക്കേത്ത് 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതോടെ UDFന്റെ അംഗബലം 8ആയി. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 വീതം അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. 9-ാം വാർഡിൽ K സുജാത 104 വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ UDFന് ലഭിച്ച പഞ്ചായത്ത് ഭരണം സുരക്ഷിതമായി തുടരാനാകും. കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡായ കോളോട്ട് CPM നിലനിർത്തി. CPMലെ A മുരളീധരൻ 108 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 18-അംഗ ഭരണസമിതിയിൽ 12 പേരുടെ പിന്തുണയോടെ LDFന് ഭരണം തുടരാനാകും. കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മഞ്ജു 87 വോട്ടിന് വിജയിച്ചു. പടിഞ്ഞാറെ കല്ലട 5-ാം വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി സിന്ധു കോയിപ്പുറത്ത് 92 വോട്ടുകൾക്ക് വിജയിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. UDFലെ അഡ്വക്കേറ്റ് ഉഷ തോമസ് 43 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി വാർഡ് BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥിയായ N തുളസി 164 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പത്തനംതിട്ട എഴുമറ്റൂർ 5-ാം വാർഡ് കോൺഗ്രസിൽ നിന്നും BJPയാണ് പിടിച്ചെടുത്തത്. BJP സ്ഥാനാർത്ഥിയായ റാണി ടീച്ചർ 48 വോട്ടുകൾക്കാണ് വിജയിച്ചത്. നിരണം 7-ാം വാർഡ് UDF LDFൽ നിന്നും പിടിച്ചെടുത്തു. 211 വോട്ടിന് റെജി കണിയാം കണ്ടത്തിൽ വിജയിച്ചു. 28 വർഷമായി LDFന്റെ സീറ്റായിരുന്നു ഇത്. കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് 12 വാർഡ് LDF നിലനിർത്തി. LDF സ്ഥാനാർത്ഥിയായ മിനി രാജീവാണ് വിജയിച്ചത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളകൊള്ളൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ ജോളി ഡാനിയലാണ് വിജയിച്ചത്. 1309 ലീഡോടെ സീറ്റ് നിലനിർത്താനായി. പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷനിൽ UDF ആണ് വിജയിച്ചത്. 245 വോട്ടുകൾക്ക് ശരത് മോഹനാണ് സീറ്റ് നിലനിർത്തിയത്. കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് 6-ാം വാർഡും പഞ്ചായത്ത് ഭരണവും LDF നിലനിർത്തി. CPMലെ രതീഷ് പോരുന്നൻ 199 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. പഞ്ചായത്തിൽ LDFന് 7ഉം UDFന് 6ഉം സീറ്റുകളാണ് ഉള്ളത്. മാടായി പഞ്ചായത്ത് 6-ാം വാർഡ് LDF നിലനിർത്തി. മണി പവിത്രൻ 234 വോട്ടിനാണ് വിജയിച്ചത്. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. UDFലെ AN ദിലീപ് കുമാറാണ് വിജയിച്ചത്. പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ സാന്ദ്രാമോൾ ജിന്നി 745 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ദീപക് എരുവ വിജയിച്ചു. LDFന് സീറ്റ് നഷ്ടമായിരിക്കുകയാണ്. CPM വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന്റെ പഞ്ചായത്താണ് ഇത്. മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് CPMൽ നിന്ന് കോൺഗ്രസ് ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കോൺഗ്രസിലെ ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. കോട്ടയം അതിരമ്പുഴ പഞ്ചായത്ത് 3-ാം വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് Mലെ TD മാത്യു 247 വോട്ടിനാണ് വിജയിച്ചത്. പഞ്ചായത്ത് ഭരണത്തിൽ മാറ്റമുണ്ടാകില്ല. ഈരാറ്റുപേട്ട നഗരസഭ 16-ാം വാർഡ് UDF നിലനിർത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിലെ റുബീന നാസർ 101 വോട്ടിന് വിജയിച്ചു. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡായ
ആനയാംകുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിനാണ് വിജയം. 234 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായ കൃഷ്ണദാസൻ കുന്നുമ്മൽ വിജയിച്ചത്. മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിൽ വാർഡ് 18 പെരുമുക്ക് UDFിൽ നിന്നും LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയായ അബ്ദുറഹ്മാനാണ് വിജയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് BJP നിലനിർത്തുകയും ചെയ്തു. അഖില മനോജാണ് ഇവിടെ വിജയിച്ചത്.